പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞു. ഇനിയൊരു പുനരുദ്ധാരണം ഉണ്ടാവാനുള്ള സാധ്യതകളില്ല, അതിനുള്ള സമയവും ഇല്ല. ഇന്നലെ അർദ്ധരാത്രി ഷാനവാസ് ആദിലയും നൂറിയെയും അനുമോളെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നത് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഒരുപാട് വൈകിയാണ് അത് ലൈവിൽ കഴിഞ്ഞത്. ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഷാനവാസ് പറയുന്നത് ഇവർ കേട്ട അവർക്ക് തന്നെ കൊള്ളാം. ഒരു ഗെയിമറായിട്ടല്ല ഷാനവാസ് അവിടെ സംസാരിക്കുന്നത്. 100% ഒരു ബ്രദറിനെ പോലെ കണ്ടുകൊണ്ടാണ് ആദിലയ്ക്കും നൂറിക്കും ഇത്തരം ഒരു ഉപദേശം കൊടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ അർദ്ധരാത്രി ഷാനവാസും ആദിലയും നൂറയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യം അനുമോളോട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആദിലയെടുത്തും നൂറെടുത്തും സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും തുടക്കത്തിൽ അനുമോളെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങൾ സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, അവൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുകയാണ്, നമ്മളിപ്പോൾ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കേണ്ടേ, അതുപോലും കാണിക്കുന്നില്ലെന്ന് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ കാണിക്കും? ഇവരെപ്പോൾ നോക്കിയാലും അനുമോളെ കുറ്റം പറഞ്ഞിട്ട് നടക്കുകയാണ്. ഈ പറയുന്ന ശൈത്യടുത്തും ബിൻസിയുടെയും കൂടെ ഒട്ടി നടക്കുകയാണ്. എപ്പോഴും അനുമോളെ കുറ്റപ്പെടുത്തുന്ന മാത്രം സംസാരിക്കുന്നു. പിന്നെ അനുമോള് പറഞ്ഞിട്ടുള്ള പല സീക്രറ്റ്സുകൾ വിളിച്ചു പറയുന്നു. അത് തെറ്റാണോ ശരിയാണോ പച്ചക്കള്ളങ്ങൾ വരെ പടച്ചു വിടാനായിട്ട് യാതൊരു മടിയില്ലാതെയാണ് ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരുന്ന അനുമോള് പിന്നെ എന്ത് ചെയ്യണം? ഇവരോട് ആടാന്ന് പറഞ്ഞ് സംസാരിക്കണോ? ഇവരുടെയൊക്കെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അതായത് പുറത്തുനിന്ന് വന്നവരുടെ ഉദ്ദേശം ഒന്നുള്ളൂ, അനുമോളെ മെന്റലി തകർക്കുക, അനുമോള് സൈലന്റ് ആവുക എന്നുള്ളത്. എന്നാൽ അനുമോൾ അത് നിന്നില്ല. അനുമോള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. എല്ലാവരോടും നല്ല കളിച്ച് ചേച്ച് സംസാരിക്കാനൊക്കെ നിന്നു. ഇതൊന്നും മറ്റുള്ളവർക്ക് സഹിച്ചില്ല. അവസാനം എന്താ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അനുമോളെ മെന്റലി ഡൗൺ ആക്കാനുള്ള സ്ട്രാറ്റജീസ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചീപ്പ് ഗെയിമാണ് ആദിലയും നൂറയും ഇറക്കിയത്. ഇത് തീർച്ചയായിട്ടും ശൈത്യയുടെയും അതുപോലെ തന്നെ അപ്പാനിയുടെയും ബിൻസിയുടെയും നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇവരിതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഈ ഒരു കാര്യം ആദില ഈ ഒരു നാടകം നടത്തുന്നത്. ഇതാണ് ഇന്നലെ ബിഗ് ബോസ് കാണിച്ചു. ഒരു കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളെല്ലാം ദൂരെ മാറി നിന്ന് കണ്ട ഷാനവാസ് അർദ്ധരാത്രി ആയപ്പോൾ രണ്ടുപേരെയും വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. ഇത് ഗെയിം അല്ല, ഗെയിം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തുന്ന സമയമാണ്. ആ സമയത്ത് ആവശ്യമില്ലാത്ത നെഗറ്റീവ്സ് വാങ്ങിക്കൂട്ടല്ലേ. ഇപ്പോൾ വന്നിരിക്കുന്നവരെല്ലാം കാണികളാണ്, അവർ വന്നു പോയവരാണ്. കളി കഴിഞ്ഞു, കളികൾ നമ്മൾ തമ്മിലാണ്, കളിക്കേണ്ട സമയവും കഴിഞ്ഞു. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഓർത്ത് വെച്ച് കളിച്ചോ. അപ്പോൾ അനുമോളെ വിളിച്ച് സംസാരിക്കുക, ഒരു കോംപ്രമൈസിന് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ പറയണത് ഇക്ക വിളിച്ചൊന്ന് സംസാരിക്കുക, ഞങ്ങൾ റെഡിയാണെന്ന്. അനുമോളെ വിളിക്കുന്നു. അനുമോളും പ്രവീണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുമോൾ വന്ന് ഷാനവാസിൻ്റെ അടുത്തിരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ളത് ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ അനുമോൾ പറഞ്ഞു അതേ ഇവിടെ ഉള്ളത് ഇവിടെ വെച്ചിട്ട് തന്നെ തീർത്തിട്ട് പോകാമെന്ന് പറയുന്നു. ഇതിലിവർ പറയുന്നുണ്ട് 90-95 ദിവസത്തോളം നമ്മളിവിടെ നിന്നു, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്കിവിടെ നിൽക്കാനുള്ളൂ. നമുക്ക് നിൽക്കാം. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നത്? അവർ ഇന്നലെ കയറി വന്നവരാണ്, അവർ പലതും കളിക്കും, അവർക്കിവിടെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ പറയാൻ കിട്ടിയ ഒരു വേദിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ വീണ് പോകരുത്. ഇത് അനുമോളും ഷാനവാസും കൂടി ആദിലക്കും നൂറക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗെയിം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഷാനവാസ് പറയുന്നു, ഞാൻ ഒരു ഗെയിമർ നിലയ്ക്ക് വക്ക ഫ്ലോപ്പാണ്, ഈ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെയല്ല, ഇവിടെയുള്ളത് ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം. ഫിനാലെ വരാൻ പോവാണ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ, വിന്നർ വരും, ഹാപ്പി ആയിട്ടിരിക്കണ്ടേ. എല്ലാത്തിനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചുള്ള പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. ആദിലയും നൂറയെയും അനുമോളെയും ഒന്നിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത്ര തന്നെയാണ്. ഒരു ഗെയിമർ നിലയ്ക്ക് ഒരിക്കലും ഷാനവാസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആരും ചെയ്യുന്നുണ്ട്? ആരും ചെയ്യുന്നില്ലല്ലോ. കളിച്ചുകൊണ്ടിരിക്കുന്ന ആരും ചെയ്യുന്നില്ല. ഇപ്പം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കാനായിട്ട് അനുമോളുടെ പിന്നാലെ നടന്ന അനീഷ് ഇപ്പം ആ വശത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ അക്ബർ ആണെങ്കിൽ ഇരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയാണ്. പക്ഷെ ഒരു മനുഷ്യനല്ലേ, മാനുഷിക പരിഗണന വെച്ചിട്ട് ഇങ്ങനെയല്ല മക്കളെ കളിക്കേണ്ടതെന്ന് ഒരു ബ്രദറിനെ പോലെ, ഒരു ബ്രദർ എന്നുള്ള നാട്യമല്ലായിരുന്നു, അഭിനയമല്ലായിരുന്നു ഷാനവാസിൻ്റെ എന്നുള്ളത് 100% ഇന്നലത്തെ രാത്രിയത്തെ ലൈവിലൂടെ നമുക്ക് വ്യക്തമായി. ഗെയിമർ നിലയ്ക്ക് ഒരിക്കലും ഷാനവാസിനകത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഷാനവാസ് അത് പറയുന്നത് ഗെയിമറായി കണ്ടുകൊണ്ടല്ല, കൂടെ പെങ്ങന്മാരാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്നത് യഥാർത്ഥത്തിൽ പെങ്ങന്മാരായി കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം. അവസാനം അനുമോള് തന്നെയാണ് കേട്ടോ. അപ്പോഴും അതിലേയും നൂറേയും വരുന്നില്ല. അനുമോള് തന്നെ രണ്ടാളെയും ഹഗ് ചെയ്യുന്നു. രണ്ടുപേരെ ഹഗ് ചെയ്ത് കിസ് ചെയ്തിട്ട് പറയുന്നു നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളെ കണ്ടത് അത്തരത്തിലല്ല. നൂറ പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അനുമോള് പറയുന്നത് അതേ, ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റുന്ന സമയത്ത് മറന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതായിട്ടാണ് ഇന്നലെ രാത്രി ലൈവിൽ കണ്ടത്. രാത്രിത്തെ ലൈവ് ഒരുപക്ഷെ ബിഗ് ബോസ് ഒരുപാടൊന്നും എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, 1 മണിക്കൂർ കാണിക്കുന്നതല്ല, നമുക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നെല്ലേത് പതിരേതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലെയും നൂറയും ഷാനവാസിൻ്റെ മുന്നിലാണെങ്കിലും പ്രേക്ഷകരുടെ മുന്നിലാണെങ്കിലും ചെളി എറിയാണ് അനുമോളുടെ മുഖത്തേക്ക്. പക്ഷെ അത് അവരവൻ്റെ മുഖത്തേക്ക് തന്നെയാണ് വീഴുന്നതെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കി അനുമോളും ഷാനവാസും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അനുമോൾ തന്നെയാണ് അങ്ങോട്ട് കയറി മിണ്ടുന്നതും സംസാരിക്കുന്നതും. കുറ്റങ്ങൾ പറയാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഒരു
ഗെയിം സ്പിരിറ്റിൽ എടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. എന്തോ അവർക്ക് മനസ്സിലാവുന്നില്ല. ആദിലിനെ നൂറയും അത്രമാത്രം ശൈത്യ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിൻസി മാത്രത്തിൽ തന്നെ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് വീടിനകത്തേക്ക് കയറിയത്. അതൊന്നും നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. അവസാന ദിവസം തന്നെ കയ്യിൽ നിന്ന് പോയി അവസാനം ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടി. മര്യാദക്ക് അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവിടെ ഇറക്കി വിടുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.